ഇപ്പൊ ഓൾറെഡി വഴക്ക് കിട്ടുമെന്ന് പറയാറുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടുന്നത് എന്തിലാ? അയ്യോ അങ്ങനൊന്നുമില്ല, എല്ലാത്തിനും കിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ വഴക്കിട്ടത് ഈ അടുത്ത് ബിറ്റോന് ഇഷ്ടം എന്ന് പറയുന്നത്. ആ ഞാന് ബിറ്റോനെ ഇഷ്ടാന്ന് പറഞ്ഞ ഓൾക്ക് ഇഷ്ടല്ല. അല്ലല്ല, എന്നെ കൂടുതൽ ഇഷ്ടം, എന്നെ ഇരിക്കണം കൂടുതൽ ഇഷ്ടം. ഓള് ഭയങ്കര അത് എല്ലാരോടും അങ്ങനെ കേട്ടാ, ഫ്രണ്ട്സിനോടൊക്കെ അങ്ങനെ ഓള്. അതായത് ഇപ്പൊ എന്റെ ഫ്രണ്ട് സിനാനുണ്ട്, ഓനായാലും വേറെ ആൾക്കാരോടൊന്നും ഇഷ്ടാവണമെന്ന് ഓൾക്ക് ഇഷ്ടല്ല. അത് പിന്നെ അങ്ങനെ തന്നെയാ. ഇവന് സിനാൻ ഇരിക്കുമ്പോ എന്റെ കോള് സിനാന്റെ ഫോണിലേക്ക് ആദ്യം പോയി കഴിഞ്ഞാൽ സിനാന്റെ ഫോൺ എടുത്തിട്ട് പോകും. അപ്പൊ എന്റെ ഫോണിലേക്ക് വിളിക്കാൻ പറ്റില്ല അല്ലേ, ചൂടായിട്ട് കട്ടെടുത്ത് പോകും. പിന്നെ വിളിച്ചാലും ഫോൺ എടുക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, ഇവനുണ്ട്. അടുത്ത പൊട്ടിക്കണേ. എന്താണ് കിട്ടിയത്? ഇതില് രണ്ടെണ്ണുണ്ടോ? എന്തേലും പറയാൻ വായിച്ചാൽ മതി. അതിനും ഒന്നും പറഞ്ഞില്ല ഇവിടെ വന്നിട്ട്. വാവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മിന്നുവിനെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. പറഞ്ഞോർമ്മയുണ്ടോ? ഞങ്ങക്ക് ജലദോഷ. അതൊരു കുഴപ്പമില്ല, ഇതും പാട്ട് മത്സരം പാടിക്കോ. ഏതാ പാടുക? ഇത് പാടി എടുക്കാറുണ്ടല്ലോ. ഞാൻ ഒന്നും പാടലില്ല. ഫേവറേറ്റ് സത്യത്തിലില്ല. ഇപ്പൊ ഞാൻ സൽമാന്റെ ഒരു വീഡിയോ ഉണ്ടോ? വെണ്ണിലല്ല, അല്ല ഇത് കൺമണി ഞാൻ പാടി. അയ്യോ എന്നെ പറ്റിട്ട് സോറി. വെയ്ക്കൂലാണ്. എനിക്ക് നല്ല ആഗ്രഹം കേട്ടോ, പാട്ട് പാടാനൊക്കെ നല്ല ആഗ്രഹം, പക്ഷെ അതിനുള്ള കഴിവില്ല. അപ്പൊ പാട്ടും പോയി. ഓക്കെ, അടുത്തത് പണികളൊന്നും ഏക്കുന്നില്ല കേട്ടോ. അതാണ് വയ്ക്കാത്തതൊക്കെ, ഒരു കഴിവില്ലാത്തോണ്ടല്ലേ. ഞാൻ തന്നെ പൊട്ടിച്ച് ഞാൻ തന്നെ പറയും. അല്ല അത് വേണ്ട, നീ തന്നെ ചെയ്തോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നല്ല ഹെൽപ്പിങ്ങാ. വാവയുടെ ഫോണിൽ മിന്നുവിന്റെ പേര് എന്താണെന്ന് കാണിക്കുക, അതുപോലെ തിരിച്ചും കാണിക്കാം. സിനാന്റെ ഫ്രണ്ട് മിന്നു, ബിറ്റോടെ ഫ്രണ്ട് വാവ. അതെന്താ പറയോ, ഓള് നേരത്തെ പറഞ്ഞില്ലേ എപ്പോഴും സിനാനെ ഞാൻ വിളിക്കാറ് സിനാനെ. അതാ പറഞ്ഞേ, ഞാൻ വെറുതെ പറയല്ല. അപ്പൊ പിന്നെ അതാവൂലേ. അപ്പൊ അങ്ങനെ സേവ് ചെയ്തു. പിന്നെ ഇവനെന്ന് വെച്ചാ ബിറ്റോനെ കൂടുതൽ ഇഷ്ടം, എന്നെക്കാളും ഇഷ്ടം അവനെ. അങ്ങനൊന്നല്ല, ഞാൻ അവിടെ പരിചയപ്പെടണ, പക്ഷെ കൂടുതൽ ഇഷ്ടം ഞാൻ വയ്യല്ലേ പരിചയപ്പെടണേ. എനിക്ക് ഞാൻ രണ്ടുപേരും വിളിക്കാറൊക്കെ ഉണ്ട്. അല്ല ഞാൻ വയ്യല്ലേ പരിചയപ്പെടണേ. ഇപ്പൊ എന്തായാലും ഇങ്ങനെ അല്ലേ പേര്. അല്ല, നമ്മള് പരിചയപ്പെടുത്തി ലാസ്റ്റ് അവസാനം നമ്മൾ ഔട്ടായിട്ടൊന്നുമില്ല. വിഷമാവൂല്ലേ? വിഷമം എന്താണ് ബാബ ഇത്? ഔട്ടായിട്ടുള്ളല്ലോ, അല്ലാതെ മറ്റേ പോലെ അത് കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇപ്പൊ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ള ഒരാളാണ്, സൗഹൃദത്തിന് എങ്ങനെയാ കാണുന്നത്? ഞാൻ സൗഹൃദത്തിനെ നന്നായിട്ട് കാണണം. അതായത് എനിക്ക് കുറെ ഫ്രണ്ട്സില്ല, എനിക്ക് ഉള്ള കുറച്ച് ഫ്രണ്ട്സില്, അതായത് കുറെ കമ്പനിക്കാരുണ്ട് കേട്ടോ, പക്ഷെ ഞാന് നന്നായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് അറിയോ, നമ്മളെ എല്ലാവരോടും അങ്ങനെ അടുക്കാൻ പാടില്ല. അത് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല ആൾക്കാരെ. പ്രശ്ന അയ്യോ, തന്റെ കോണ്ടാക്ട് ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ മറ്റൊരു ഇൻഫ്ലുവൻസറെയോ വിളിച്ച് പറ്റിക്കുക. ഒരു ഇൻഫ്ലുവൻസർ ഫ്രണ്ട് സാബുനെ വിളിക്കല്ലേ? എന്താ പ്രാങ്ക്? എന്താ ഞാൻ ഉറങ്ങി എണീറ്റപ്പോ നിന്നെ സ്വപ്നം കണ്ടത്. ഞാൻ ഒരു കുണ്ടനായിട്ട് വർത്താനം പറഞ്ഞാലോ? ആന്റി ഇങ്ങനെ പറ, എനിക്ക് നിന്നോട് പറയണമെന്നുണ്ട്. എനിക്ക് സത്യത്തില് നിന്നെ ഇഷ്ടം. എന്തേലേ വേണ്ടാത്ത എന്തേലും പറഞ്ഞ മ്യൂട്ടാക്ക. അത് ഉറപ്പായിട്ടും ഹലോ സാബു, എന്തായി? ഫുള്ള് ഇന്റർവ്യൂ ഉണ്ടല്ലോ. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞോടാ? എവിടെ ഇപ്പോ? ഫുഡ് കഴിച്ചാ? എവിടെ? കൊച്ചിയിൽ തന്നെ. ഫുഡ് കൊച്ചിന്ന് ഇറങ്ങാൻ നിക്കുക. കഥല്ല, എന്നോട് കാര്യം പറയണ്ട്. താല്പര്യം പോയടാ പെണ്ണുങ്ങളോടൊക്കെ താല്പര്യം പോയി. മനസ്സിലായില്ല? പെണ്ണുങ്ങളോടൊന്നും ഇപ്പൊ ഒരു താല്പര്യം ഇല്ല അറിയാം. മനസ്സിലായില്ല? എടാ, എനിക്ക് താല്പര്യം പോയി പെണ്ണുങ്ങളോട്. ഞാൻ ഡോക്ടർ എന്തെങ്കിലും കാണിക്കണോ? താല്പര്യം പോയിന്നോ? അല്ല, അങ്ങനല്ല, അങ്ങനെയാണെന്നോ? എനിക്കിന്ന് ഒരു ചെക്കനെ കണ്ടു, ഭയങ്കര ഇഷ്ടായി. എടാ പിന്നെ വേടനായി. എനിക്ക് പെണ്ണുങ്ങളോടൊന്നും താല്പര്യം തോന്നണില്ല, എനിക്ക് ഒരു വികാരം തോന്നണില്ല. എനിക്ക് അന്റെപ്പം നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്.
ഇൻട്രസ്റ്റ് ഉണ്ടെന്നോ? എനിക്കേതായാലും പെണ്ണൊന്നും കിട്ടുന്നില്ലല്ലോ, നമുക്ക് കല്യാണം കഴിച്ചാൽ. പിന്നെ പറഞ്ഞാണ് ഫോക്കസ് ഓൺ ഗോൾസ് നോട്ട് ഗേൾസ്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചു എന്നോട് 150 പറഞ്ഞു. എനിക്കൊരു പെണ്ണുണ്ടായി പോയില്ലേ, തട്ടുവേണ്ട പ്രശ്നം ഉണ്ടേ. എനക്ക് പെണ്ണുങ്ങളെ കണ്ട ഒന്നും തോന്നണില്ല ഇപ്പോ. ഇക്കാണെങ്കിൽ എന്നെ കാണുമ്പോ എന്തൊക്കെ ആവണോ. പറഞ്ഞില്ല സാബു കാര്യം വരെ പ്രശ്നം. നമുക്ക് റൂം ഇട്ടാലോ ഓയോ? സോറി ബ്രോ, ഞാൻ റെസ്റ്റോറന്റിലേക്ക് പറഞ്ഞു. എന്താ പ്രശ്നം വേണ്ടേ? എനക്ക് എന്നെ നല്ല താല്പര്യ സാബു. ഇതാരാണ്? വാവേണ് വാ, എന്റെ സൗണ്ട് മറിക്കാം. വിളിച്ചതാണാ? അല്ലടാ സൗണ്ട് ഒക്കെ മാറിയിരിക്കണേ. സാബു, എനിക്ക് എന്നെ നല്ല താല്പര്യം ഉണ്ട്, കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് ഓയോ റൂം എടുത്താലോ? സാബു ഞാനേ ഇന്റർവ്യൂലടാ അന്നെ വിളിച്ച് പ്രാങ്ക് ഒക്കെ പറഞ്ഞ. ഒന്നും വിചാരിക്കല്ലേട്ടോ സാബുവോ, നിന്നെ കാണുമ്പോ മൂട് പൊത്തി നടക്കൊന്നും ചെയ്യല്ലേ. നിന്നെ കാണുമ്പോ ഇങ്ങനെ തലയണ വെച്ച് ഇങ്ങനെ നടക്കല്ലേ. ഞാനും വിളിക്കണ്ട് ഇന്റർവ്യൂലാ. ഓക്കെ ബൈ. ഈ ബുദ്ധിയില്ലാത്ത നിങ്ങളുടെ ഗ്യാങ്ങിന്റെ മെയിൻ ടോപ്പിക് അതാണ് നമ്മൾ അങ്ങനത്തെ ടീമിനെ എടുക്കല്, മെമ്പർഷിപ്പിന് അങ്ങനെയാണ്. ഒരു മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ടോപ്പിക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ ടീമിൽ എൻട്രി കാര്യങ്ങൾ? എൻട്രി ഒന്നുമില്ല, നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് വൈബായി തോന്നണം, അപ്പുറം അത് മണ്ടന്മാരാവും അപ്പൊ വൈബാവല്ലോ. അല്ല നമ്മള് സീരിയസ് ആൾക്കാരായിട്ട് എന്താ കാര്യം? നാളെ മറ്റന്നാ മരിച്ചു പോകും. അപ്പൊ നമുക്ക് കുറച്ച് ഓർമ്മകൾ ഉണ്ടാവാൻ നമ്മൾ പൊട്ടം കളിച്ചുള്ള ഉണ്ടാവുക. അതിൽ നമ്മളിങ്ങനെ ചാൻഡായിട്ട് ഇങ്ങനെ കാലം കയറ്റിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ നാളെ മരിച്ചു പോകുമ്പോ ഒരു 7 മിനിറ്റ് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ഈ സാധനം മാത്രമേ വരുള്ളൂ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഈ സ്റ്റാൻഡേർഡും ഈ വിലയും ഒന്നും ഉണ്ടാവില്ല. ആ 7 മിനിറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു മെമ്മറി ഉണ്ട്. അങ്ങനെ എന്തോ ഇല്ലേ, 7 മിനിറ്റ് എന്തോ ഇല്ലേ ഇല്ലേ? റീൽസ് കണ്ടതല്ലേ? സൂപ്പറായിട്ട് സംസാരിക്കുന്നു. ഇപ്പൊ ഓൾറെഡി 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒത്തിരി കൊളാബ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഓൾറെഡി ഒരുപാട് പേര് ഇപ്പൊ കൊളാബ് വർക്കുകൾ ചെയ്യുന്നത് അവരുടെ ഒരു ഫെയിം കണ്ടുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് വരിക. സോ അങ്ങനെ അവരിൽ നിന്ന് എന്തെങ്കിലും പണികൾ കിട്ടിയിട്ടുണ്ടോ? ഇപ്പം ഓൾറെഡി ഞാൻ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് ലേറ്റസ്റ്റ് വീഡിയോസിലൊക്കെ ഉപമ പറയും, ഒരു ഡോഗിന് നമ്മളൊരു ബിസ്ക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ നന്ദി കാണിക്കും, പക്ഷെ മനുഷ്യരെ വിശ്വസിക്കരുത്. അപ്പൊ ഞാൻ ഇത് 2-3 റിപ്പീറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ എന്തോ കാര്യമായിട്ട് പണി കിട്ടിയ ഫീലാണ് വരിക. ഫ്രണ്ട്സിന്റെ തന്നെ പണി കിട്ടിയത്. പണിയിട്ട് പറഞ്ഞാല് കൂടുതൽ ചതിക്കാതെ തന്നെ ഇത് അറിയാം. അത് കുറെ ഉണ്ട്. ഈ ബോധപൂർവ്വം ഇപ്പൊ ട്രൈ ചെയ്യാറുണ്ടോ ഇപ്പൊ പണികളിൽ നിന്നും കിട്ടാതെ? ഞാൻ പറഞ്ഞ ഒരു ഇപ്പോ ട്രെയിനിൽ നിന്ന് ഒരാളെ കാണുകയാണെങ്കിൽ എൻ്റെ എല്ലാ കഥകളും പറയും. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അത് പറയാൻ പാടില്ല. അത് എനിക്കൊരു ഗേളിൻ്റെ ആയിരുന്നല്ല കേട്ടോ, നിങ്ങളെ മൈൻഡ് ഇപ്പം അങ്ങോട്ടക്കാരൻ പോവാം, പക്ഷെ ഗേളിൻ്റെ ആയിരുന്നല്ല, എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തും ഒക്കെ ആയിരുന്നു. ഇപ്പോഴും നമുക്ക് പണി തരുന്നോണ്ടായിരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അറിയണില്ല എന്ന് വിചാരിക്കണ്ട, അറിയണ്ടോ. ഞങ്ങളെല്ലാം പറയുന്നുണ്ട് അതൊക്കെ. ഇപ്പൊ ഓൾറെഡി ഇപ്പം ഫെയിമിന് വേണ്ടിയിട്ട് മാത്രം ആളുകള് വാവയുടെ അടുത്ത് വരുന്നു, ഫെയിമിന് പോകുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിപ്പോ എങ്ങനെയാ വെച്ചാൽ നല്ല ആൾക്കാരും വരും, ചീത്ത ആൾക്കാരും വരും, 2 മൈൻഡിലുള്ള ആൾക്കാരും വരും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചോണമെന്നല്ല. അപ്പൊ നമ്മളെ സ്റ്റാൻഡിൽ നിൽക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പണി കിട്ടിയോണ്ട് ഞാൻ കുറെ കാര്യങ്ങളിൽ നിന്ന് കഴിച്ചിലായിക്കണ്. ചെറിയൊരു പണി കിട്ടുമ്പോ നമ്മൾ അത് പഠിക്കും. അപ്പൊ ഇനി അടുത്ത പണി കിട്ടുന്നതിന്റെ മുമ്പേ നമുക്ക് ഇത് അറിയണോണ്ട് നമ്മള് അതിന് നിൽക്കൂല. ഇപ്പൊ ആസ് എ സിസ്റ്റർ ബോണ്ടിങ് ആണല്ലോ നിങ്ങൾ. സോ എങ്ങനെയാ ഇപ്പൊ ആളുടെ ഇങ്ങനെയുള്ള പണികൾ കിട്ടി വാങ്ങി സെന്റിമെന്റൽ ട്രാക്കിലിരിക്കുന്ന സമയത്ത് എങ്ങനെയാ അതിനെടുക്കുക? ഞാൻ പറയും വിഷമിക്കണ്ട, സാറിലെ പോട്ടേ പറയുമല്ലോ, എന്താ പറയാ. എങ്കിലും ചോദിക്കുകയാണ്, ലൈഫിൽ ഇപ്പൊ ഒരുപാട് ഇപ്പം നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അപ്പോൾ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ എല്ലാവരും. സോ നിങ്ങൾക്ക് ലൈഫിൽ പണി കിട്ടുന്നത് അല്ലെങ്കിൽ ഇപ്പം വിഷമമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തധികം കാണിക്കാറില്ല. എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ പണിയൊന്നും കിട്ടില്ല സീരിയസ് ആയിട്ട്. എനിക്ക് എൻ്റെ ഒരു 2 ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയൊരു പണി മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒരു വിഷമിക്കാനൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ആര് ചതിച്ചാലും നമുക്കൊരു വിഷമം ഉണ്ടാവില്ല, പക്ഷെ ഒപ്പം നടക്കണ ആൾക്കാർ ചതിച്ചാൽ വിഷമാവൂലേ. അതാണ് ഇത്. ഒരിക്കലും ഒരു ഗേളല്ല കേട്ടോ. ഇനി നിങ്ങൾ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ നിങ്ങളൊരു ഗേളിന്റെ മേത്തേക്കാ പോവുക, അതിന്റെ മേത്ത് പൊങ്കാലൊന്നും വേണ്ട, അതൊന്നുമല്ല, വേറെയാണ്. ഒരു ബോയാണ്. ബോയ് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആരോടും ദേഷ്യമോ അല്ലെങ്കിൽ ഒരാളെ പ്രാകാത്തൊരു മനുഷ്യനാ, ഒരു വെറുപ്പില്ലാത്തൊരു മനുഷ്യനാ. എന്തായാലും എനിക്ക് 2 സെക്കൻഡ് ഞാൻ ദേഷ്യം പോകും, പക്ഷെ സീന പറ്റിച്ചാൽ മറക്കില്ല. പറ്റിച്ചാൽ മറക്കൂല. നമ്മളെന്താ വെച്ചാലേ
നല്ല ഓവറായിട്ട് ഇങ്ങനെ മാന്യത കളിക്കണ പോലെ വിശ്വസിക്കരുത്. നമ്മളെന്താ വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് നിൽക്കണം. ഓവർ മാന്യത ഓവർ നമ്മളോട് ഒരു മാന്യത കാണിക്കണ്ടേ നമ്മൾ ശ്രദ്ധിക്കണം. ഓൻ മാന്യനാവൂല, ഓൻ നമ്മളെ പിന്നിന്ന് കുത്താവും. ഞാൻ മാന്യത കാട്ടാറില്ലല്ലോ. ഇല്ല, ഇത് ഇവൾക്ക് മാന്യത ഇല്ല. ഞാൻ ഒന്നും കൂടി അറ്റാച്ച് ആവണം, ഈ ഒരു പണിയൊക്കെ കിട്ടിയിട്ട് ആണ് അറ്റാച്ച് ആവണം ആളുമായിട്ട്. കാരണം എന്താ വെച്ചാല് ഞാനല്ല അങ്ങനെയല്ല, വിഷമങ്ങളൊക്കെ പറയാലോ. ശരി, നമുക്ക് അടുത്ത ബോൾ പൊട്ടിച്ചാലോ? ആ പൊട്ടിക്കോടി. പിന്നെ എന്റെ ശരിക്കും ഇത്രയും ടെൻഷൻ ഉള്ള ആളാണോ? ടെൻഷൻ ഇനാഗ്രേഷൻ ഫസ്റ്റ് ഇന്റർവ്യൂ കണ്ടില്ലല്ലോ. ഞാൻ ഭയങ്കര ഇത് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ. എനിക്ക് നിന്റെ അത്ര ടെൻഷൻ. എനിക്ക് ബുദ്ധിയില്ലല്ലോ. ബുദ്ധിയില്ലോൽക്ക് അത് ടെൻഷൻ വരുള്ളൂ. ട്രോൾ ഇതൊക്കെ അറിയുമ്പോഴാണ് ടെൻഷൻ വരുള്ളൂ. എനിക്ക് അതൊന്നും ഇല്ലല്ലോ. അങ്ങനെ പേടിയുണ്ടോ അവർക്ക്? ആളുകൾ ട്രോൾ ചെയ്യും, ട്രോളിന് എനിക്ക് അതൊക്കെ ഭയങ്കര പേടിയാ. പേടി പറഞ്ഞാല് അങ്ങനെയല്ല, ആൾക്കാരെന്തെങ്കിലും വിചാരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ആൾക്കാർ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, അങ്ങനെ മോട്ടിവേഷനിൽ അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് കുഞ്ഞൊരു കാര്യത്തിന് ഫുൾ ഡൗൺ ആയിട്ടിരിക്കും.